ലാൻഡിങ്ങിനിടെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാകുന്നു, അങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു, വിമാനം ചിന്നിച്ചിതറുന്നു. അതായത് നെടുനീളെ പിളരുകയും പിന്നീട് കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുകയും ചെയ്തു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലായിരുന്നു ഈ വിമാന ദുരന്തത്തിന് ശേഷം പുറത്തു വന്ന വിവരങ്ങൾ. DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇതിനോടകം തന്നെ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അപകട കാരണത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നിയന്ത്രണം നഷ്ടമായി തകർന്നു വീണു എന്നതാണ് പ്രാഥമികമായുള്ള വിവരം. അതിനപ്പുറത്തേക്ക് വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ, പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നോ, അല്ലെങ്കിൽ പൈലറ്റിന്റെ പരിചയക്കുറവ് അടക്കമുള്ള സാഹചര്യങ്ങൾ പലതും മുന്നിലുണ്ട്. പക്ഷെ അതിലേതാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ശരി, മാത്രമല്ല ഒരുപാട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് അജിത് പവാർ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ശ്രീനാഥ് ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് അജിത് പവാർ. മാത്രമല്ല അദ്ദേഹം 6 തവണ ഈ ഉപമുഖ്യമന്ത്രിയായി നിൽക്കുന്നതിന് പുറമെ അദ്ദേഹം പലരുടെയും, ഇപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ, ദേവേന്ദ്ര ഫട്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ ഇവരുടെയൊക്കെ മന്ത്രിസഭകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. 91 അദ്ദേഹം ലോക്സഭയിലെത്തിയത്, ബാരാമതി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. ഇങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശരത് പവാർ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദര പുത്രൻ ഏറ്റവും ഉയർന്ന പദവികൾ അലങ്കരിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പവർ പോയിന്റായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. BJPയോട് അടുക്കുക, BJPയെ വീണ്ടും അവരോട് ചേർന്ന് നിന്നുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നീട് ശരത് പവാറുമായി ആദ്യം പിണങ്ങുകയും പിന്നീട് അദ്ദേഹവുമായി ഇണങ്ങുകയും ചെയ്യുക, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയ ആളാണ് അജിത് പവാർ. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും വളരെ ശ്രദ്ധാപൂർവമായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ ഈ ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ശ്രീനാഥ്, ഈ പവാർ കുടുംബത്തിലെ വലിയൊരു പിളർപ്പ് 2019 അതിന്റെ ഒരു തുടക്കം സംഭവിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഈ ശിവസേനയും BJPയും തമ്മിൽ തർക്കമുണ്ടാകുകയും പുതിയൊരു രാഷ്ട്രീയ സമവാക്യം മഹാരാഷ്ട്രയിൽ രൂപപ്പെടുകയും മഹാവികാസ് അഘാടി എന്ന പേരിൽ ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യം, കോൺഗ്രസും ശിവസേനയും NCPയും ചേർന്ന ഒരു സഖ്യം ഉണ്ടാകുന്നു. അതിനിടെ പുലർച്ചെ ദേവേന്ദ്ര ഫട്നാവിസുമായി ചേർന്നുകൊണ്ട് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് പെട്ടെന്ന് രൂപീകരിക്കുന്നു. അതിന് 48 മണിക്കൂർ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും പാളയത്തിലേക്ക് അജിത്ത് മടങ്ങിയെത്തുന്നുണ്ട്. പിന്നീട് ആ മന്ത്രിസഭയിൽ വകുപ്പ് പോലെ പ്രധാനപ്പെട്ട അദ്ദേഹം സ്ഥിരമായി കയ്യിൽ വെക്കുന്ന ആ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും പിളർപ്പുണ്ടാവുന്നു, ശിവസേനയിൽ പിളർപ്പുണ്ടാവുന്നു, NCPയിൽ പിളർപ്പുണ്ടാവുന്നു. മഹാരാഷ്ട്രയിലെ അധികാരം വീണ്ടും BJPയുടെ കൈകളിലേക്ക് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെയും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി പോകുന്നു. ആ സമയത്ത് ഒരു പിളർപ്പുണ്ടായി. പാർട്ടിയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും അദ്ദേഹം സ്വന്തം സാഹചര്യം ശരത് പവാറിനെ അവഹേളിക്കുന്ന തരത്തിൽ, അദ്ദേഹത്തെ മറികടക്കുന്ന തരത്തിൽ NCPയുടെ അധികാരം അജിത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ആ തർക്കത്തെ ഈ ഒരു ഘട്ടത്തിൽ മഹായുതിയിൽ അജിത്തെ നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.